നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 37. മീനുവിന് പുരുഷന്മാരോട് തന്നെയുള്ള ദേഷ്യം, അതോ തൻ്റെ പഴയ ജീവിതത്തിലെ ആ മനുഷ്യനോടുള്ള പകയോ? എന്താണ് അവൾ തന്നോട് തീർക്കുന്നത്? ആ രാത്രി മുഴുവൻ ജയ് ചിന്തിച്ചത് ഇതായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരിക്കലും ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ആലോചനകളും ചിന്തനകളും ആജ്ഞകളുമായി ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. 6 മാസങ്ങൾ. 6 മാസങ്ങൾ പിന്നിട്ടു. മീനുവിൻ്റെ ജീവിതത്തിലേക്ക് ജയ് കടന്നു വന്നിട്ട് 6 മാസങ്ങൾ. പലപ്പോഴും ആഗ്രഹിക്കാതെ വന്നുപോയ മീനുവിൻ്റെ വീട് ഇന്ന് ജയ്ക്ക് പ്രിയപ്പെട്ടതാണ്. ആ വരവ് ജയ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആഴ്ചയിലൊരിക്കൽ മുടങ്ങാതെ മീനുവിൻ്റെ വീട്ടിലേക്ക് ജയ് എത്തിത്തുടങ്ങി. മീനു നൽകുന്ന അവഗണനകളും ആജ്ഞകൾക്കും അപ്പുറത്തേക്ക് ജയ് ആ വീട് ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് മീനുവിൻ്റെ അമ്മയായിരുന്നു. തൻ്റെ വരവും കാത്തിരിക്കുന്ന അമ്മ. തനിക്ക് വേണ്ടി എല്ലാ ഇഷ്ടവിഭവങ്ങളും ഒരുക്കി കാത്തിരിക്കും. ഓരോ ആഴ്ചയിലും താനെത്തുമ്പോഴും എന്താണ് അടുത്ത ആഴ്ച കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കും, അന്വേഷിക്കും. തൻ്റെ ഇഷ്ടവിഭവങ്ങൾ എപ്പോഴും അമ്മയുടെ ചിന്തയായിരുന്നു. തന്നെ നന്നായി നോക്കുന്ന, തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെ മോനെ എന്ന് വിളിക്കുന്ന ആ അമ്മയുടെ അളവറ്റ സ്നേഹം ജയ്യെ ആഴ്ചയിലൊരിക്കൽ മുടങ്ങാതെ മീനുവിൻ്റെ വീട്ടിലേക്ക് അടുപ്പിച്ചു കൊണ്ടേയിരുന്നു. ജയ്ക്ക് മീനുവിൻ്റെ വീട്ടിലെ എല്ലാവരെയും അങ്ങ് ഇഷ്ടപ്പെട്ടു. മീനുവിൻ്റെ ഏട്ടൻ്റെ ഭാര്യ, അവരുടെ മക്കൾ ഒക്കെ ജയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറി. ആ കുട്ടികളോടൊത്ത് കളിച്ചും രസിച്ചും ഓരോ രാത്രികളും ജയ് കടന്നുപോയി. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ജയ് വരുന്ന ദിവസം ഒരു പെരുന്നാളാണ്, വല്ലാത്ത ആഘോഷമുള്ള ദിവസം. അവർ ജയ്യുടെ വരവിനായി കാത്തിരിക്കാറുമുണ്ട്. മീനുവിൻ്റെ ഏട്ടൻ്റെ ഭാര്യ ദീപയ്ക്കും അങ്ങനെ തന്നെ. ഇതുവരെ ജയ് അവർക്ക് ഒരന്യനായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജയ്ക്ക് അവർ ഒരു സഹോദരനാണ്. അവർക്കിടയിൽ നല്ലൊരു സൗഹൃദവും നിലനിന്നു. ആ വീട്ടിൽ ഒരതിഥി മാത്രമായി എത്തിയിരുന്ന ജയ് ഇപ്പോൾ അങ്ങനെയല്ല, ആ വീട്ടിലെ ഒരാളെപ്പോലെ തന്നെ. ആ വീട്ടിലെ എല്ലാവരും ജയ്യെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിന് എല്ലാവർക്കും ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ജയ്യുടെ സ്വഭാവം വളരെ ശാന്ത സ്വഭാവമായിരുന്നു ജയ്യുടേത്. ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലുള്ള സംസാരം, കുട്ടികളുമായി പെട്ടെന്ന് ചേർന്നു പോകുന്ന സ്വഭാവം, വലിയവരോട് വല്ലാത്ത ബഹുമാനം. വീട്ടിൽ വന്നാൽ സ്വന്തം ആളെപ്പോലെ പെരുമാറും, പക്ഷേ അതിര് കടന്നൊന്നും സംസാരിക്കില്ല. അതായിരുന്നു ജയ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ജയ്ക്ക് വല്ലാത്തൊരു സ്ഥാനം കിട്ടി. ആ വീട്ടിലെ മരുമകനായി ജയ്യെ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങി. ജയ്യുടെ ആ സ്വഭാവമായിരുന്നു അതിനെല്ലാത്തിനും കാരണം. ആ വീട്ടിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട ജയ്യെ ഇപ്പോഴും അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും കഴിയാത്ത ഒരേ ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു. അത് മീനുവായിരുന്നു. മീനുവിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവളിപ്പോഴും പഴയ പോലെ തന്നെയായിരുന്നു. ആ വീട്ടിലെ എല്ലാവർക്കും സ്വന്തം ആളായി മാറിയ ജയ്ക്ക് മീനു ഇപ്പോഴും അന്യൻ തന്നെയായിരുന്നു. അത് ജയ്ക്കൊരു പ്രശ്നമല്ലായിരുന്നു. അതിൽ ജയ്ക്ക് പരിഭവമോ പരാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മീനു എന്ന തൻ്റെ ഭാര്യ തനിക്ക് തരുന്ന അവഗണനകളും പരിഹാസങ്ങളും ആജ്ഞകളും ജയ്ക്ക് ഒരു വിലയില്ലായിരുന്നു. അതിനും ഇപ്പുറത്തേക്ക് തന്നെ ആവോളം സ്നേഹിക്കുന്ന മീനുവിൻ്റെ വീട്ടുകാരോടുള്ള ബഹുമാനവും സ്നേഹവുമായിരുന്നു ജയ്ക്ക്. അർദ്ധരാത്രിയാവുമ്പോൾ ബെഡ്റൂമിലെത്തുന്നത് ജയ്ക്ക് ഒരു പുത്തരിയായിരുന്നില്ല. കെട്ടിയിട്ട് കിടന്നുറങ്ങുന്ന മീനുവിൻ്റെ കട്ടിൽ ജയ്ക്ക് പിന്നീട് അങ്ങോട്ട് അത്ര വലിയ പ്രശ്നമാവാതെ കടന്നുപോയി. ഓരോ രാത്രികളും അങ്ങനെ അവസാനിച്ചു പോയി. തൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായി തന്നെ ജയ് മീനുവിൻ്റെ വീട്ടുകാരെ കണ്ടു തുടങ്ങി. മീനു എന്ന ഭാര്യയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിലും ആ വീട്ടുകാർ തനിക്കേറെ പ്രിയപ്പെട്ടവരായി മാറി. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ജയ്യെ തേടി ഒരു ഫോൺ കോൾ. അത് മീനുവിൻ്റെ അമ്മയുടേതായിരുന്നു. മോനെ, തിരക്കിലാണോ? ഫോൺ എടുത്ത ശേഷം അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, പറഞ്ഞോളൂ, എന്താ ഇപ്പോൾ? ഒന്നുമില്ല മോനെ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ചോദിക്കാമേ, എന്താ കാര്യം? മോന് 16-ാം തീയതി ഫ്രീ ഉണ്ടാവോ? 16-ാം തീയതി ഫ്രീയോ?
അല്ല, മോന് വല്ല തിരക്കും ആ സമയത്തുണ്ടാവോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ മോനെ. ആ, എന്താ അമ്മ 16-ാം തീയതി എന്തുണ്ട്? ആ, ഒന്നുമില്ല, എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. അപ്പോൾ മോൻ വരാണെങ്കിൽ മോൻ്റെ കൂടെ പോവാം എന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അതിനെന്താ, പോവാലോ, ഞാൻ കൊണ്ടുപോകാമല്ലോ. ആം, എന്താ അമ്മ ഈ 16-ാം തീയതിക്ക് പ്രത്യേകത? ആ, അയ്യോ, അതിന് വല്ല പ്രത്യേകത ഒന്നും ഇല്ല മോനെ. അന്നെൻ്റെ ജന്മദിവസമാണ്. ആ, അത് കൊള്ളാലോ. അമ്മയുടെ പിറന്നാളാണോ അന്ന്? ഉം. എന്നിട്ടാണോ ഇത്രയും സിമ്പിളായിട്ടത് പറഞ്ഞത്? അയ്യോ, പിറന്നാളൊക്കെ ആഘോഷമൊക്കെ പോയി മോനെ. അതൊക്കെ ഇപ്പം ആരും ഓർക്കാൻ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ പിറന്നാൾ ആരാ മറക്കുന്നേ? അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പിറന്നാൾ വലിയൊരു ആഘോഷമായിരുന്നു. അദ്ദേഹത്തിന് അത് നിർബന്ധമായിരുന്നു, എൻ്റെ പിറന്നാൾ ആഘോഷം. പിന്നെ അദ്ദേഹം പോയപ്പോൾ എനിക്കത് പറ്റാത്തൊരവസ്ഥയായി. അതിനുശേഷം ഞാൻ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല മോനെ. പിന്നെ അങ്ങോട്ട് എല്ലാവരും ആ ഡേറ്റേ മറന്നുപോയി, മക്കളും ഞാനും ഒക്കെ. പിന്നെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, നമുക്ക് ഈ ജീവിതം തന്ന ദൈവത്തിനോട് ഒരു നന്ദി പറയേണ്ട ഒരു ദിവസമായതുകൊണ്ട് അന്ന് കുളിച്ചൊരുങ്ങി ഒന്ന് അമ്പലത്തിൽ പോവും. അത്രയേ ഉള്ളൂ എൻ്റെ പിറന്നാൾ. ഇപ്പോൾ 16-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ മോന് വന്നിട്ടുള്ള ആദ്യത്തെ പിറന്നാളായതുകൊണ്ട് ഞാൻ വിചാരിച്ചു മോൻ്റെ കൂടെ പോവാമെന്ന്. മോന് സമയമുണ്ടെങ്കിൽ നമുക്ക് പോയി വരാം, അല്ലെങ്കിൽ പ്രശ്നമില്ല മോനെ. അമ്മയുടെ ആ വാക്കുകളിൽ എവിടേക്കോ വല്ലാത്തൊരു വിങ്ങലുണ്ടെന്ന് ജയ്ക്ക് തോന്നി. അതെന്ത് ചോദ്യം അമ്മ? അമ്മയ്ക്ക് വേണ്ടി എനിക്ക് സമയം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി ഞങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റുക? നമുക്ക് പോവാം 16-ാം തീയതി. അമ്മയ്ക്ക് എവിടെ അമ്പലത്തിൽ വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ കൊണ്ടുപോകാം എൻ്റെ അമ്മയെ. അയ്യോ, ഇവിടെ അടുത്ത് തന്നെയാണ് മോനെ. മക്കളെ ഒന്നും കിട്ടാറില്ലല്ലോ, അവർ അവരുടേതായ തിരക്കിലാണല്ലോ. അതാ ഞാൻ മോനോട് ചോദിച്ചത്, അത്രയേ ഉള്ളൂ. അതിനെന്താ, ഞാൻ എന്തായാലും കൊണ്ടുപോകാം. നമുക്ക് പോകാമേ. ശരി മോനെ, എന്നാ അമ്മ ഫോൺ വെക്കട്ടെ? ആ, വെച്ചോളൂ അമ്മേ, ഞാൻ വരാം. ജയ് ഫോൺ വെച്ചു. കോൾ കട്ട് ചെയ്ത ശേഷം ജയ്ക്ക് അല്പം വിഷമമായി. അമ്മയുടെ ഉള്ളിൽ വല്ലാത്ത വിഷമമുണ്ടെന്ന് ജയ്ക്ക് തോന്നി. തൻ്റെ പിറന്നാൾ തൻ്റെ മക്കൾ പോലും ഇപ്പോൾ ഓർക്കാറില്ല എന്ന് അമ്മ പറഞ്ഞത് ജയ്ക്ക് അല്പം വേദനയുണ്ടാക്കിയ ഒരു കാര്യമായി. തന്നെ മകനെ പോലെയാണ് അവർ കാണുന്നത്. മോനെ എന്നല്ലാതെ തന്നെ വിളിക്കാറ് പോലുമില്ല. തനിക്ക് തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണവർ. തീർച്ചയായിട്ടും ആ വേദന മാറ്റണം. ജയ് മനസ്സിൽ കണക്ക് കൂട്ടി. എന്തായാലും അമ്മയുടെ ഈ പിറന്നാൾ ആഘോഷിക്കണം. അച്ഛനുണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ അത് ആഘോഷിച്ചത് അതുപോലെ തന്നെ ആഘോഷിക്കണം. അമ്മയുടെ മക്കൾ മറന്നുപോയ ആ പിറന്നാൾ ആഘോഷം ആർഭാടമാക്കണം. ജയ് തീരുമാനമെടുത്തു.